ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളൊന്നൊരു അൺഎക്സ്പെക്റ്റഡ് യാത്രയ്ക്ക് പോവുകയാണ്. ഞങ്ങൾ 3 പേരുണ്ട് കേട്ടോ. കലിപ്പ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ്. ഞങ്ങളെല്ലാവരും ഒരു അൺഎക്സ്പെക്റ്റഡ് യാത്രയ്ക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾ ആരോട് പറയണ്ടേ? ഞങ്ങൾ നിങ്ങളോട് പറയത്തില്ല. ഇല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ലീവ് എടുത്തിട്ട് നിങ്ങളൊരു യാത്രയ്ക്ക് തിരിച്ച്, അത് കേരളത്തിലോട്ട് തന്നെ വരുവാ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അവള് പറയുന്നത് നമ്മൾ തീരുമാനിച്ചില്ല. വരും കൊണ്ടുവരും. ഇല്ലെങ്കിൽ പാച്ചുവിന്റെ എന്റെ പാത്രത്തിന് കഞ്ഞി വീഴും, പാറ്റ വീഴും, കോക്രോച്ച് ചോറില് ഇതുണ്ടേ പുതുണ്ടേനാ പുതുവല്ല ചിക്കൻ്റെ പുതു. ഞാനും എന്റെ സുഹൃത്ത് പഞ്ചമി കൊണ്ട് ഷെയർ ഇതൊക്കെ കഴിച്ചാൽ പുഴുവിന്. പിന്നെ നല്ല നല്ല ഭക്ഷണം കഴിക്കുന്നു. ചോറ് മാത്രമേ കഴിക്കുള്ളൂ. പൊറാട്ട, ചിക്കൻ. എന്നിട്ട് ചോറിന്റെ ഒരു പകുതി പോലും കഴിച്ച് തീക്കൂല. അതാ ഇങ്ങനെ ഇരിക്കണത്. അത് തോട്ടിക്കിടക്കണ നീക്കോലില്ലേ, അതേമാതിരി. അന്ത പൊണ്ണ പൊണ്ണ്. ഞാൻ മറ്റേ ബോയിലർ ചിക്കൻ. എടി സന്നടി, ക്യൂട്ടല്ലേ. ഇവിടെ ചപ്പി, ഞാനാ ചപ്പി. ഇവിടെ ക്യൂട്ട്, ഞാനാ ക്യൂട്ട്. തള്ളിന്റെ ആശാതി. നമ്മുടെ ഗ്രൂപ്പിലെ മെയിനായിട്ട് എവിടെ വള്ളി എന്ന് എഴുതി കാണിക്കേണ്ടതിൻ്റെ അറ്റത്ത് ഇവള് തൂയി കിടക്കും. എന്നിട്ട് പോടാ, അതും ഇല്ല. അത് കഴിഞ്ഞിട്ട് പാവ ഈ കൊച്ചിനെ എന്നെ പിടിച്ച് ആ വള്ളിയുടെ രണ്ടറ്റത്തും പിടിച്ചിട്ട് വലിപ്പിക്കും. ഞാൻ അവളെ കൂടെ ഇരുന്ന് വലിക്കാം വള്ളിയിൽ. ചുമ്പ കൊഴിക്കാത്തോണ്ട് ഇന്നും കൊണ്ട് ചാടിച്ച്. അതിന്റെ വിഷമമൊക്കെ ഉണ്ടാന്ന് വെച്ച് എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ചോദിക്കാൻ പറയും പൈസക്കാർക്ക് എന്തും ആവാലോ എന്ന്. എന്നിട്ട് ലാസ്റ്റ് പൈസയുടെ കാര്യം പറയും എനിക്ക് അറിഞ്ഞൂടെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടായിരിക്കണം. അങ്ങനത്തെ സാധന ഈ സാധന. ഞാൻ ഇത് ചെയ്തിട്ടേക്കാവേ. ബ്ലാ 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 വാച്ചു സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതേപോലത്തെ കുട്ടി തമാശകളൊക്കെ വരും. അപ്പം എന്തായാലും ഞാൻ ആഡ് ചെയ്യാവേ. അപ്പം അതുവരയ്ക്കും ബൈ. അപ്പം ശരി, ബൈ. വരും ഉടനെ വരും. ഇല്ല പറ. അവളെ കുഞ്ഞമ്മന് മാമന് ട്രെയിൻ ഓട്ടിക്കണോ, പൈലറ്റ് കൊടുക്കും. അപ്പം നമുക്ക് ബാക്കി ഇനി യാത്രയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. യാത്ര നാളെ എൻ്റെ ബർത്ത്ഡേ. ഇന്ന് രാത്രി 12 മണിക്ക് കേക്ക് വെച്ച എത്ര ഐസ്ക്രീം തോന്നുന്നു? 3 ഐസ്ക്രീം. 4 ഐസ്ക്രീം. നാല് ഐസ്ക്രീം വരുന്നു. പക്ഷെ പറ്റൂല. എൻ്റെ 22ാമത്തെ പിറന്നാള് ഞാൻ ട്രെയിനിൽ വെച്ച് ആഘോഷിക്കും. പാച്ചു കേക്ക് പൊട്ടിക്കും. കേക്ക് വാങ്ങി കട്ട് ചെയ്യിപ്പിക്കും, പോപ്പ് പൊട്ടിക്കും. പിന്നെ പിന്നെ റോഡിൽ കൂടെ പോണ ആൾക്കാരെ തല അടിച്ചു പൊട്ടിക്കും. അത്രേ ഉള്ളൂ. അതാ എൻ്റെ ബർത്ത്ഡേ. എനിക്ക് അവരുടെ വിഷമം. കുഴപ്പമില്ല കേട്ടോ. എന്നാലും ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. ഞാൻ പറയേ. അപ്പം ശരി, ബൈ. ഇവിടെ ഹൊസൂർ നല്ലോണം മഴയുണ്ട് കേട്ടോ. കാണിച്ചതാവേ. നല്ല കാറ്റും നല്ല മിന്നലും എല്ലാം ഉണ്ട്. സെറ്റ് വെയിറ്റേ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് സ്ലൈഡ്സ് അല്ല, ഒരു സ്ലൈഡ്സ് ചക്കയിൽ വെട്ടിക്കളയും. ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് ഇങ്ങനെ 4ആയിട്ട് ഇട്ടിട്ട് ക്രോസ് ആയിട്ട്. അങ്ങനെ ഞങ്ങളിവിടെ മീൻകറിക്ക് പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. മീൻകറി സെറ്റൊക്കെ വേണ്ടി ഇരിക്കുകയാണ്.
ഇത്രേ ഉള്ളൂ. ഇനി സെറ്റിന് ബാക്കിയെല്ലാം നമുക്ക് ഒപ്പം ചെയ്യും. അതിനുശേഷം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഉണ്ടാക്കി വെച്ച എൻ്റെ അരപ്പ് അതൊക്കെ ഇട്ട് നന്നായിട്ട് വയ്ക്കണം, നന്നായിട്ട് തിളയ്ക്കണം, കുളുകുളുകുളാന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഗൈസ് മീൻ കറി വേണ്ടവർ ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യും. ആരെ? അമൃത മീനെ ഞാൻ കൊണ്ടുവരുന്നത് പൈസ നമുക്ക് തന്നു മതി. പിന്നെ കഴിക്കും. പിന്നെ ഞങ്ങൾ കുളിക്കാനായിട്ട് അരുവിയിലേക്ക് പോയി. നല്ല രസമുണ്ട്. അയ്യോ എന്റെ പേര് പെപ്സിയാ. ഇതുണ്ടല്ലോ ഒരു ഹൊറർ പ്ലേസ് ആണ്, അറിയോ? ഇവിടൊക്കെ മൊത്തം ഇരുട്ടാ. പ്രേതമൊക്കെ ഇറങ്ങി നടക്കുന്ന സ്ഥലം. എന്തായാലും ഒരു പ്രേതത്തിനെ കിട്ടുകയാണെങ്കിൽ നോക്കാം. വെറുതെ രസം. ഒരു മണവും ഇല്ല, വെറുതെ എക്സ്പ്രസ് ഇട്ടത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ കേക്ക് കട്ടൊക്കെ ചെയ്യുന്നത്. ഈ നൈറ്റ് ടൈമിൽ നല്ലോണം ഹാപ്പിയായി. എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ ഇവർ ഒരു ഒരു 6 മാസമായി കാണേ ഉള്ളൂ വന്നിട്ട്. ബട്ട് ഭയങ്കര ഹാപ്പിയാണ്, നല്ലൊരു ചില്ല, നല്ല രസമാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. പിന്നെ എന്ത് ചെയ്യാനാ, ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങി കേട്ടോ. ഇനി നമുക്ക് നാളത്തെ വിശേഷമായിട്ട് നാളെ കാണാം. അപ്പോൾ ശരി, ബൈ, ഗുഡ് നൈറ്റ്.